+1 ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക് മാറിയ കാര്യം അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് മാറോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ അവിടെ നിലനിൽക്കുക. ഇത് മാറ്റാൻ തന്നെയാണ് ഫൈനലായിട്ട് തീരുമാനം എടുത്തിരിക്കുന്നത്. സോ ഇത് എവിടെയാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചോദ്യം. നിങ്ങൾ ഇതിനോടകം ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് PDF ആയിട്ട് എവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞുതരാം. നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഈ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് അടിച്ചു കൊടുക്കുക. അതായത് +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് HSS റിപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഗൂഗിളിൽ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷ് പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു PDF കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അടുത്തൊരു ചോദ്യം വരും, ഇംഗ്ലീഷിന്റെ പാർട്ട് 1 ഇതാണെന്നുണ്ടെങ്കിൽ ഇനി പാർട്ട് 2 വരുമോ എന്നുള്ളത്. അല്ല, ഇതിന് ഈ സബ്ജക്റ്റിന്റെ പേരാണ് ഇംഗ്ലീഷ് പാർട്ട് 1 എന്നുള്ളത്. വേറെയും ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സബ്ജക്റ്റുകളുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നത് വേറെയും സബ്ജക്റ്റുകളുണ്ട്. നമുക്കതൊന്നും പഠിക്കാനില്ല. നമുക്ക് മിക്കവാറും എന്ത് തന്നെ ഉണ്ടാവുള്ളൂ, ഇംഗ്ലീഷ് പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിൽ ആവശ്യത്തിലധികം പഠിക്കാനുണ്ട്. ഏകദേശം ഒരു 16ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. കഴിഞ്ഞ വർഷം ഇതിനേക്കാളും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരു 16 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് പാർട്ട് 1 മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. PDF വെച്ച് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് മതിയാവും. പക്ഷെ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടും ആവശ്യമായിട്ട് വരും. PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കുക, ഒന്ന് ഓടിച്ചു നോക്കുക. ഈ വീഡിയോയുടെ രണ്ടാമത്തെ പരിപാടി എന്താണെന്ന് അറിയാം, എന്തൊക്കെയാണ് നമ്മൾ ഈ മാറിയ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ചാപ്റ്റേഴ്സ്, എന്തൊക്കെ ടൈപ്പ് ചാപ്റ്റേഴ്സ് ആണെന്നുള്ളതിൻ്റെ ഒരു വളരെ ക്വിക്കായിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ്. മൊത്തത്തിലൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വളരെ ഷോർട്ടായിരിക്കും. കുറേ കുട്ടികളില്ലേ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് മാറിയതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ, അത് മാറോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അത് അറിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഒഫീഷ്യലി ഞാൻ പറയട്ടെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ഔദ്യോഗിക തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അറിയിക്കുന്നത് ഞാനായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ അറിയിക്കുകയാണ്, എന്തായാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. കുറേ കുട്ടികൾ ഓൾറെഡി ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഉദ്ദേശം ഞാൻ പറഞ്ഞു തന്നു. മൊത്തത്തിൽ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, എന്തൊക്കെ ടൈപ്പ് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ ആണ് ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് നോക്കാം. ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് ദ മിറർ വിത്തിൻ എന്നുള്ളൊരു ടൈറ്റിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 3 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ഫൂഫി എന്ന് പറഞ്ഞിട്ടുള്ള ട്രെവർ നോവയുടെ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ട്രെവർ നോവ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ കാണാൻ പറ്റും. നല്ല രസമാണ്. അപ്പോൾ പുള്ളി എഴുതിയിട്ടുള്ള ഒരു മെമോ എന്നാണത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഇപ്പോൾ മെമോയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആരെടുത്തും അത് പറയാതുള്ള മതി. മെമോ അല്ലെങ്കിൽ മെമോയർ എന്നൊക്കെ പറഞ്ഞോ. മെമോ എന്ന് വെച്ചാൽ അതൊരു ഓർമ്മക്കുറിപ്പ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സംഭവ കഥ എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഫൂഫി. രണ്ടാമത്തത് സോ മച്ച് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ നവോമി ഷിഹാബ് നിയെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പോമാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യേണ്ടത്, ഈ ലാസ്റ്റത്തെ NYE ഇങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യേണ്ട കാര്യത്തിൽ എനിക്കിപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇത് ഒരു ഫോറിൻ ലാംഗ്വേജ് പേരാണ്. അതുകൊണ്ട് നമുക്ക് ചെറിയ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കെ ഇവിടെ ഒരു പോയമാണ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മൂന്നാമതായിട്ട് നമുക്കൊരു ഷോർട്ട് സ്റ്റോറിയാണ് പഠിക്കാനുള്ളത്. TS ആർത്തർ എഴുതിയുള്ള ആൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ടോട്ടലി 3 ചാപ്റ്റേഴ്സ് ആണ്. കഴിഞ്ഞ വർഷം നമുക്ക് 4 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഒന്നാമത്തെ യൂണിറ്റിൽ. അപ്പം ലാഭമാണ്. ഞാൻ ഇതൊന്ന് ഓടിച്ച് വായിച്ചു നോക്കി. ഈ 3 ചാപ്റ്റേഴ്സും ഞാനൊന്ന് ഓടിച്ച് വായിച്ചു നോക്കി. സിംപ്ലറാണ്. കഴിഞ്ഞ വർഷത്തിനേക്കാളും അത്രയും ഡെൻസ് അല്ല, ലെസ് ഡെൻസ് ആണെന്ന് നമുക്ക് പറയാം. കാരണം കുറച്ചുകൂടെ ഒരു റിലാക്സ്ഡ് ആയിട്ടാണ് ചാപ്റ്റേഴ്സ്. നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ചാപ്റ്റേഴ്സാണ്. അങ്ങനെ അത്ര റിജിഡ് ഒന്നുമല്ല. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ യൂണിറ്റിലും 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഡ്രോട്ട് ഓഫ് കൈൻഡ്നസ് എന്ന് പറഞ്ഞ വിശ്വവിഖ്യാതനായിട്ടുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ് ചാൾസ് ഡിക്കൻസ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്, ഇംഗ്ലണ്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് തന്നിരിക്കുന്നത്. നോവൽ എക്സ്ട്രാക്ട് എന്നാണ് പറയുക. അതായത് നോവലിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട്. പിന്നെ വിശ്വവിഖ്യാതമായ മറ്റൊരു പോയമാണ് ഒസിമാൻഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ PB ഷെല്ലി അല്ലെങ്കിൽ പെർസി ബി ഷെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ PB ഷെല്ലിയുടെ ഒരു പോയം നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ക്ലാസിക് കാർസ് പോയട്രി ഓൺ വീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾ, അതായത് ആർട്ടിക്കിൾ ഇസ് മോർ ലൈക്ക് ഒരു എസ്സേ പോലത്തെ ഒരു സംഭവമാണ്. അതും നമുക്ക് പഠിക്കാനുണ്ട്. HL ബാർബർ എഴുതിയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ലൈക്ക് ഒരു എസ്സേ പോലത്തെ ഒരു ചാപ്റ്ററാണ്. പിന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ. മൂന്നാമത്തെ യൂണിറ്റ് ഈസ് ഓൾ അബൌട്ട് മീഡിയ മെഡ്ലി. ഇതിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. 3 ചാപ്റ്റേഴ്സ് പിന്നെയും തന്നിട്ടുണ്ട്. ഒരു എഡിറ്റോറിയൽ തന്നിട്ടുണ്ട്. എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാലല്ലേ
രണ്ട് തരത്തിലാണ് എഡിറ്റോറിയൽ വരിക. ഒന്ന് മാഗസീൻ എഡിറ്റോറിയലും വരും, ഒന്ന് ന്യൂസ് പേപ്പർ എഡിറ്റോറിയലും വരും. ഇവിടെ നമുക്കൊരു ന്യൂസ് പേപ്പർ എഡിറ്റോറിയലാണ് തന്നിരിക്കുന്നത്. ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ആ പത്രത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളായിരിക്കും അതിൻ്റെ എഡിറ്റർ എന്ന് പറയുന്നത്. അയാളാണ് ആ പത്രം എങ്ങനെ റൺ ചെയ്യണം, അതിലെന്ത് കോണ്ടന്റുകൾ വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. പുള്ളി ഈ ന്യൂസ് പേപ്പറിന് നടുക്ക് ഒരു കോളം എഴുതും. അതാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. മലയാള പത്രമാണെങ്കിലും ഇംഗ്ലീഷ് പത്രമാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ വിമൻസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിറ്റോറിയൽ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ സംഭവം എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് ഇനി പഠിക്കാം. ദ വിൻഡോ ഈസ് ബ്ലർഡ് എന്ന് പറഞ്ഞ ബറാക് ഒബാമ, നമ്മുടെ അല്ല അമേരിക്കക്കാരുടെ എക്സ് പ്രസിഡന്റ് ആയിരുന്നു ബറാക് ഒബാമ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ചിന്റെ ചെറിയൊരു ഭാഗമാണ് സ്പീച്ച് എക്സെപ്റ്റ് എന്ന് പറഞ്ഞാലും എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാലും ഉദ്ദേശം അതിൻ്റെ ഒരു കഷ്ണം എന്നുള്ളതാണ്. വാട്ട് എ വണ്ടർഫുൾ വേൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു ലൂയി ആംസ്ട്രോങ്ങിൻ്റെ ഒരു സോങ് ഉണ്ട്. ഇപ്പം നിങ്ങൾ സ്പോട്ടിഫൈയിലോ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. വാട്ട് എ വണ്ടർഫുൾ വേൾഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് തവണ ഇപ്പോഴും ഇടക്കിടക്ക് കേൾക്കാറുള്ള ഒരു സോങ്ങാണ്. ഭയങ്കര കാമിങ് ആൻഡ് സൂത്തിങ് ആയ ഒരു സോങ് ഉണ്ട്. അതിൻ്റെ ലിറിക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻ ടു ദി അൺസീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇവിടെ നമുക്ക് ആദ്യം ഒരു പോയം പഠിക്കാനുണ്ട്. ക്യാറ്റ് ഇൻ ആൻ എംപ്റ്റി അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു പോയം ഒന്നാമതായിട്ട് പഠിക്കാനുണ്ട്. ലെറ്റ്സ് ലിവ് വിത്ത് ദം എന്ന് പറഞ്ഞ ഗാരി കാസ്പറോവിൻ്റെ ഒരു എസ്സേ പഠിക്കാനുണ്ട്. എസ്സേ ഓർ ആർട്ടിക്കിൾ, എസ്സേ ആയിട്ടും ആർട്ടിക്കിളായിട്ടും നമുക്കതിനെ വായിച്ചെടുക്കാം. ഇനി മലയാളി ഓഥറായിട്ടുള്ള എം മുകുന്ദൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി പഠിക്കാനുണ്ട്. രാധ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്ററൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും അവസാനമായിട്ട് 5ാമത്തെ യൂണിറ്റിൽ ടേസ്റ്റ് ആൻഡ് ട്രെയിൽസ് എന്ന് പറഞ്ഞ 5ാമത്തെ യൂണിറ്റ് അക്രോസ് ദ ഗ്രേവ് യാർഡ് ഓഫ് ഷിപ്സ് എന്ന് പറഞ്ഞ കർഡിനാൽ അഭിലാഷ് ടോമി, അദ്ദേഹവും ഒരു മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ട്രാവൽ നറേറ്റീവ് അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പ്, മെമ്മോയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദ ട്രബിൾസ് വിത്ത് എഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ ഖൈറുനിസ എ എന്ന് പറഞ്ഞ ആളുടെ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു പ്രോസ് ആണ് ഓർ എസ്സേ എന്ന് നമുക്ക് പറയാം. അതൊരു കഥയോ കവിതയോ അല്ല. ഡിസൈനിങ് ഡ്രീംസ് എന്ന് പറഞ്ഞ അവസാനത്തെ നമ്മുടെ ബാനു അദയ്യായിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ കൂടെ പഠിക്കാനുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ +1 ചാപ്റ്റേഴ്സ്. മൊത്തമായിട്ട് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, HSS റിപ്പോർട്ടറിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് വേണമെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ചു നോക്കാം. കുറച്ചുകൂടെ സിംപ്ലറായ ചാപ്റ്റേഴ്സ് എന്നാണ് എൻ്റെ ഒരു നിഗമനം, അല്ലെങ്കിൽ എൻ്റെ ഒരു അനാലിസിസ്. കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സിംപ്ലർ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ആശ്വസിക്കാനുള്ള വകയാണ് +1 ഇപ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ വിശദമായിട്ട് ഓരോ ചാപ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും, അതിൽ എന്തൊക്കെ പഠിക്കണം, ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, പബ്ലിക് എക്സാമിനൊക്കെ എന്തൊക്കെ വരും, എന്തൊക്കെ തരം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം, എന്തൊക്കെ ഗ്രാമറുകൾ നമുക്ക് ഇപ്രാവശ്യം ഉണ്ടാവും, എന്തൊക്കെ ഡിസ്കോഴ്സുകൾ പുതിയതായിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് ഇനി വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇപ്പോൾ ഈ ഒരു ചാനലിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇപ്പോഴേ നിങ്ങൾ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഇത് ഞാൻ പറയില്ല, ടെക്സ്റ്റ് ബുക്ക് മാറിയ കാര്യം കുറേ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കൺസേൺസ്, ഉത്കണ്ഠകൾ, വ്യാകുലതകൾ ഉണ്ടെങ്കിലേ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടാൽ മതി. നമ്മളത് പരിഹരിച്ചുകൊണ്ടുള്ള വീഡിയോസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഗ്രാമർ ടോപ്പിക്ക് ഒരു നടപടി ആവണില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും സ്വന്തമായിട്ട് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാത്തതോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റും എക്സാം ഒക്കെ ആകുന്നതിന് മുന്നേ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.